ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമുക്ക് അടിപൊളി ചൂര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂരയുടെ നല്ല നട്ട് കഷ്ണമാണ് കിട്ടിയിരിക്കുന്നത്. നെയ്മീൻ ചൂരയാണെന്ന് പറഞ്ഞിട്ടാട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അടിപൊളി ചൂരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂരയുടെ നടു പീസൊക്കെ മേടിക്കുന്ന കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എനിക്ക് വെട്ടാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ടി വിക്ക് അതൊക്കെ കാണുമല്ലോ, ഇതുപോലെ കട്ട് ചെയ്യുന്ന വീഡിയോസ്, അതൊക്കെ ഞാൻ ഒരുപാട് ഇരുന്ന് കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഏട്ടനും മക്കളും ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീറ്റത്. അപ്പോൾ ദേ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അത് നേരെ ഒന്ന് എല്ലാം റെഡിയായിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിരിക്കുമായിരുന്നു. അതൊന്ന് വാർത്ത് കേട്ടോ. അപ്പോൾ വാർക്കണമെങ്കിൽ നമുക്ക് മാരക ആയുധങ്ങളൊക്കെ എടുത്തിട്ട് വേണം വാർക്കാനായിട്ട്. ഞാൻ ഇതുപോലെ നമ്മുടെ അടപ്പുണ്ടല്ലോ, ഈ ഒരു കുക്കറിൽ പാടാട്ടോ എനിക്ക് അടയ്ക്കാനായിട്ട്. അപ്പോൾ അടപ്പ് നമ്മൾ തിരിച്ച് വെച്ചിട്ട് അതുപോലെ ഒരു പിച്ചാത്തിയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിലോട്ടൊക്കെ വെച്ചിട്ടാട്ടോ ഞാനത് അടയ്ക്കുന്നത്. അതിനുശേഷം അടുത്ത ആയുധങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ മീൻ വെട്ടാൻ വേണ്ടി പോകട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ മീൻ വെട്ടാനായിട്ട്. അത് ഞാൻ പിന്നെയും പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ ദേണ്ട അങ്ങനെ മീനൊക്കെ എടുത്ത് നല്ല കട്ട് ചെയ്യും കേട്ടോ. നമ്മളൊന്ന് ഫ്രീസറിൽ ഒരു കുറച്ച് നേരം വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാകും കേട്ടോ. ഇങ്ങനെ ബളബിളാന്ന് ഇങ്ങനെ ഇരിക്കത്തില്ല. അതായത് ഇങ്ങനെ ഒരു പിടിക്കുമ്പോൾ ഞെങ്ങ കൊള്ളുന്നുണ്ടല്ലോ, അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ദേ ഇതുപോലെയൊക്കെ കട്ട് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ കാണാറാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇതുപോലെ മുഴുവനും അത് വെട്ടുന്നിട വരെ ഇരുന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് അത് ഫുള്ളും ഇല്ല, കുറച്ച് ഓടിച്ചൊക്കെ വിട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ വേണ്ട മീനെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെള്ള ചൂര ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറുപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ആ നടു കഷ്ണമായതുകൊണ്ട് എല്ലാം നല്ല കഷ്ണങ്ങളാട്ടോ. മുള്ളൊക്കെ കുറവാട്ടോ. അപ്പോൾ എൻ്റെ ആദൂട്ടിക്ക് ഇങ്ങനെ മുള്ളൊക്കെ കുറവുള്ള മീൻ ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എല്ലാം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്, ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വെക്കുവാണെങ്കിൽ ആ മാംസമൊക്കെ കുറച്ച് കട്ടയായിട്ട്, അതായത് ഇച്ചിരി മുറുകിയിരിക്കുമെന്നൊക്കെ. അത് ഈ മീനാണോ ഏത് മീനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പറഞ്ഞതായിട്ടൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് അപ്പം തന്നെ കഴുകിയെടുത്തു കേട്ടോ. അപ്പം അങ്ങനെ നല്ലതായിട്ട് മീൻ ഒലച്ചൊലച്ച് കഴുകുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ മീൻ കഴുകുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കിന് അമ്മ വീട്ടിലിരുന്ന് വീഡിയോ ഒക്കെ കാണും കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കും നീ 2 വട്ടേ കഴുകിയുള്ളൂ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നമ്മൾ വീഡിയോയ്ക്കകത്ത് കുറച്ചല്ലേ എടുക്കത്തുള്ളൂ, കഴുകുന്ന ഫുൾ എടുക്കത്തില്ല, ഇങ്ങനെ ഓടിച്ച് വിടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ മീൻ കുറേ വട്ടം നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ മാറുന്നിടം വരെ കഴുകി, പിന്നെ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെയെല്ലാം ഒന്ന് കഴുകിയിടണം കേട്ടോ. അല്ലെങ്കിൽ ആ മീൻ വെട്ടിയതിൻ്റെ ആ ഒരു മണമൊക്കെ കാണും. പിന്നെ നമ്മളൊരു ചെറിയ പുൽത്തൈലം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുൽത്തൈലം ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് കഴുകും. അപ്പോൾ അത് കറിയും കൂടെ വെച്ചിട്ട് ലാസ്റ്റ് ആകാമെന്ന് വെച്ചു. ആദ്യം അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ എനിക്ക് സിങ്കിൻ്റെ തൊട്ടിപ്പുറം ഇങ്ങനെ വെള്ളം കിടക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. ഞാനതും കൊണ്ട് എപ്പോഴും ഇങ്ങനെ തൂത്ത് അവിടെ അങ്ങ് ഇടും. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ടപ്പം അകത്ത് ഭയങ്കര ബഹളം കേട്ടോ. രണ്ടാളും കൂടെ ഭയങ്കര ബഹളമാണ്, വേറെ ഒന്നിനും അല്ല കേട്ടോ. രണ്ടാളുടെയും തുണി മടക്കി വെച്ചത് അവിടെ ഞാൻ മടക്കി വെച്ചു. രണ്ടാളോടും പറഞ്ഞത് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹത്തിൽ വന്നിട്ട് പറഞ്ഞു അലമാരി ഞങ്ങളുടെ 2 പേരുടെയും തട്ടെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുണിയെല്ലാം വാരിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനിട്ട് 2 പേരും അടുക്കി വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളഞ്ഞ്. അതിൻ്റെ കരച്ചിലും ബഹളവും എൻ്റെ അമ്മോ പരാതിയും പരിവട്ടവും ഒക്കെ കേട്ടോ. എനിക്ക് സത്യമായിട്ട് എനിക്ക് ചിരിയും വന്നു, ഒരുമാതിരി ഒരു ചിരി വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പോഴേ രണ്ടാളും വഴക്കാണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിഞ്ഞ് അവധിയായി. ഈ 2 മാസം 2 പേരുടെ പരാതി കേട്ട് എൻ്റെ ചെവി തഴമ്പിക്കും കേട്ടോ. അങ്ങനെ ഒരുവിധം പറഞ്ഞ് സോൾവും കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ലേറ്റായിട്ടാണ് വന്നതുകൊണ്ട് കുളിച്ചിട്ട് നേരെ വന്നങ്ങ് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് പൗഡർ ഇടുവോ ഒരുങ്ങുവോ മുടി ചെയ്യുവോ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് ഞാൻ ആദൂട്ടിക്കും കാത്തുട്ടിക്കും മുടിയും ചീകി പൗഡറും എല്ലാം ഇട്ട് കൊടുക്കാറ് പതിവ് കേട്ടോ. അല്ലെങ്കിൽ പൗഡറെല്ലാം ഇങ്ങനെ വെള്ളമയം പോലെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് കാർത്തി എപ്പോഴും പറയും അമ്മ ഇട്ട് തന്നാൽ മതി. സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെല്ലാം ചോദിക്കുന്നു എന്താണ് നിൻ്റെ മുഖത്ത് വെള്ളപ്പാടെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാം ലേറ്റായിപ്പോയി. 2 പേരും ഞാൻ വരുന്നിടം വരെ നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ 2 ആൾക്കും പൗഡറും ഒക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് എല്ലാം കൊടുത്തു കേട്ടോ.
എന്നിട്ടും ഇവിടെ പരാതികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു വഴക്ക് നടന്ന അന്ന് ജാമ്പവാൻ്റെ കാലത്തുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് രണ്ടാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. കൊച്ചാളെ ഞാൻ ഒരുവിധം പറഞ്ഞ് മെരുക്കി വിട്ടിട്ടുണ്ട്. ഇനിയും അടുത്ത ആളെയും കൂടെ പറഞ്ഞൊന്ന് റെഡിയാക്കി എല്ലാം അങ്ങോട്ട് വിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ കറികളെല്ലാം നമുക്ക് വെക്കണം. അതിന് ചട്ടി എടുത്ത് നമ്മൾ അടുപ്പയിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഒഴിക്കുന്നത്. ഞാൻ മീൻകറി വെക്കുമ്പോൾ കൂടുതലും വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ പാം ഓയിൽ എന്ന് പറയുന്ന സാധനം മേടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ കടയിലൊക്കെ പോവുകയാണെങ്കിലാട്ടോ പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഏട്ടനത് മേടിക്കാൻ സമ്മതിക്കില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കടുകും ലേശം ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമ്മളെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഭൂരിഭാഗവും മുളകിൽ വെക്കുന്ന കറിയാട്ടോ. ഇപ്പം എൻ്റെ വീഡിയോ പണ്ടൊക്കെ കാണുമ്പോഴത്തേക്കിന് എന്നോട് ചോദിക്കുക എപ്പോഴും മുളകിൽ വെച്ച കറിയാണ്. നമുക്കിവിടെ കൂടുതലും മുളകിൽ വെച്ച കറിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് വന്നില്ലേ, ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച്. അപ്പം നന്നായിട്ട് പൊടികളൊന്ന് വഴറ്റിയിട്ട് വേണം ഈ പുളിവെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ, അതൊന്ന് തിളയ്ക്കാനായിട്ട്. ആ സമയത്താണ് പുളി എടുത്തപ്പോൾ നമ്മുടെ പുളിയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുളി കേട്ടോ. അടിപൊളി പുളിയാണ്. അവിടെ വീടുകളിൽ തന്നെ ഉണ്ടായി പറിച്ച് ഉണക്കി എല്ലാം സെറ്റാക്കി വെച്ച പുളിയാണ് കേട്ടോ. അങ്ങനെ പുളിയെല്ലാം ഭരണിയിലോട്ടൊന്ന് നിറച്ച് വെച്ചു. അപ്പോൾ എൻ്റെ ബക്കറ്റിലെ പുളി തീരാറായി കേട്ടോ. എനിക്കത് തീരുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വേണം ഇനി മേടിച്ചുകൊണ്ടുവന്ന് 1 കിലോയ്ക്ക് എന്തോ 300 എത്രയോ രൂപയാട്ടോ. അങ്ങനെ പുളിയെല്ലാം നിറച്ച് വെച്ച് അതെല്ലാം ഇരുന്ന് എടുത്ത് വെച്ചപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ഏത്തക്കായ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഇത് കണ്ടപ്പം തൊട്ട് പറഞ്ഞു മെഴുക്ക് വരട്ടി വെക്കാനായിട്ട്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഴുക്ക് വരട്ടി വെക്കുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് തല്ലിക്കൂട്ടി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ അതിലേക്ക് വേണ്ട ഒരു സബോളയും കൂടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ഇടണം. എന്നിട്ട് കുനുകുനാന്ന് നീളത്തിൽ അരിയണം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അരിയാം. ഞാൻ ഇച്ചിരി ഒന്ന് ലേശം കട്ടിയോടെ കേട്ടോ അരിഞ്ഞേക്കുന്നത്, തീരെ നൈസായിട്ടല്ല അരിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്ന അതിൻ്റെ കറ ഇതാകാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമ്മുടെ മീൻ അടുപ്പയിലിരിക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ തിളച്ചിട്ട് കുറച്ച് അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ചട്ടിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ കുറച്ച് വെള്ളം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുകി വെച്ച മീനെല്ലാം നമ്മൾ അങ്ങോട്ട് പെറുക്കി ഇടുക കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മീൻ ചാറിനൊക്കെ വേറൊരു കളറായിട്ട് തോന്നുന്നില്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ലേ? അത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പം കേട്ടോ. അപ്പോൾ ഈ പിള്ളേർ ഫോണെ കളിച്ച് വീഡിയോ ആയാലും പല സാധനങ്ങളും മാറ്റി വെച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കളർ വ്യത്യാസമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ മീനൊക്കെ വെച്ച് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ കായ ഒരു ചട്ടിയിലോട്ട് എടുത്തിട്ടിട്ട് പിന്നെ അതിലേക്ക് സബോള അരിഞ്ഞു. പിന്നെ ലേശം മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി, കറിവേപ്പില, പിന്നെ പാകത്തിനുള്ള ഉപ്പും, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി, നിങ്ങൾ മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ ഇടിച്ച മുളകെല്ലാം ചേർക്കാം കേട്ടോ. പിന്നെ ലേശം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം കൂടി ഇട്ടങ്ങ് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ നികരെ നിൽക്കാനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ ആ കായ നന്നായിട്ട് വേകും കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കണം, ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും പേടി ഇടാനുള്ള കാര്യം ഉപ്പാണ് കേട്ടോ. ചില സമയത്ത് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഓർക്കത്തില്ല, ഉപ്പ് കൂടുതൽ ഇടാറാണ് പതിവ്. എപ്പോഴും ഏട്ടനോട് പറയും ഈ വീഡിയോ എടുക്കുന്ന ദിവസം കറികൾക്കെല്ലാം ഉപ്പ് കൂടുതലാണെന്ന് പറയും കേട്ടോ. അങ്ങനെ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ കായ അവിടെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കടുകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ചേർക്കുക. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് ഇളക്കി ആ എണ്ണയിൽ കിടന്ന് ഇതൊന്നും മൂക്കും കേട്ടോ. മൊരിയിപ്പിക്കണമെങ്കിൽ മൊരിയിപ്പിക്കാൻ ഞാൻ നന്നായിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു കുഴയൊക്കെ അങ്ങ് മാറി കേട്ടോ.
ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഒക്കെ വേണേലും ഇടാം കേട്ടോ. അങ്ങനെ ദേ മീൻ ചെന്ന് നോക്കിയപ്പോൾ അത് ഒരുവിധം വറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കായയുടെ മുകളിലോട്ട് കുറച്ച് നമ്മൾ എടുത്ത് വെച്ച് സബോളയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചുമ്മാതെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ കാണിച്ച് തന്നാ കേട്ടോ അതെല്ലാം. അങ്ങനെ ദേ നമ്മുടെ കറി കാണാൻ എന്തൊരു രസം. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചോറ് തിന്നാൻ തോന്നുക കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നാളെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആകും കേട്ടോ. അതിനുശേഷം ദേ ഒരു പാത്രം നിറച്ച് സിങ്ക് നിറയെ പാത്രമാണ് കേട്ടോ. ഇനിയും നമ്മൾ അതിവിടെ ഒരു സൗണ്ട് കേട്ടത് പാത്രം വീണതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ. അങ്ങനെ വേണ്ട നമ്മുടെ സിങ്ക് നിറച്ച് പാത്രം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് ചടപടേന്ന് അങ്ങോട്ട് കഴിയുവാണെങ്കിൽ ഏകദേശം അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിയും കേട്ടോ. അങ്ങനെ വേണ്ട പാത്രം എല്ലാം അങ്ങ് കഴുകുവാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സ്ഥിരം വീഡിയോ ഇടാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കും കേട്ടോ. എല്ലാവരും എന്നോട് പറയാറുണ്ട് എന്നും വീഡിയോ ഇടുന്നത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും വീഡിയോസ് ഇടാത്തത് കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എപ്പോഴും എന്നും വീഡിയോ ഇടാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് എനിക്ക് മുടക്കം വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം നന്നായിട്ട് അങ്ങോട്ട് കഴുകുക കേട്ടോ. അങ്ങനെ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം സിങ്കിൻ്റെ അവിടെയും എല്ലാം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേ അടുത്തത് ചോറിനാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ചോറും കിഴങ്ങും മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ കറിയും. ഈ മീനിൻ്റെ കറി ഇപ്പോൾ എല്ലാം മീനെ പിടിച്ചിട്ടില്ല കേട്ടോ. വൈകിട്ടും നാളെയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പിടിക്കും. അങ്ങനെ കുറച്ച് ചാറും പിന്നെ ഇന്നലത്തെ നങ്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഉണക്ക മീൻ നങ്ക് വറുത്തതും ഉണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. ടാറ്റ.